കഴിഞ്ഞ വീഡിയോസിൽ ടിൻഡറിന്ന് പരിചയപ്പെട്ട ആളുകളുടെ ഡേറ്റിങ്ങിന് പോയിട്ട് ആള് ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ നടത്തി പാസ് ആയതായിട്ട് കണ്ടു. ഞാനൊരു കണ്ടന്റിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇതില് ആക്ച്വലി 1% പോലും സത്യമില്ല. ഹായ് ഗൈസ്, ഇവരെ അറിയാത്തവർക്ക് വേണ്ടി പറയാനൊന്ന് പരിചയപ്പെടുത്താം. ടിൻഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു ചെക്കനെ കണ്ടു, പരിചയപ്പെട്ടു. അവനെ കുറെ ടെസ്റ്റ് ഒക്കെ കൊടുത്തു. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, ചോക്ലേറ്റ് ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റ് ഒക്കെ കൊടുത്തു. അവൻ ആ ടെസ്റ്റ് പാസ്സായിട്ട് ലാസ്റ്റ് ഈ പെണ്ണിന്റെ കൂടെ കമ്മിറ്റഡ് ആയി. ഇപ്പൊ പ്രണയമൊക്കെ ആപ്പ് വഴിയാണ്. കാണുക, പരസ്പരം ഇഷ്ടപ്പെടുക, അതൊന്നുമല്ല. ആപ്പ് വഴി ചാറ്റ് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ് വാങ്ങി തരുന്നുണ്ടോ, മിഠായി വാങ്ങി തരുന്നുണ്ടോ, നമ്മളെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ടോ, നമ്മളെ കിസ് ചെയ്യുന്നുണ്ടോ, നമ്മളെ കയ്യേറി പിടിക്കുന്നുണ്ടോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ആ ടെസ്റ്റിലൊക്കെ അയാൾ പാസ്സായാൽ അയാൾ നമ്മുടെ കാമുകൻ. ഷോ അതൊരുമാതിരി PSC പരീക്ഷ എഴുതിയിട്ട് ജോലി വാങ്ങണ മാതിരിയാണ് ഓരോരുത്തർ ടെസ്റ്റ് പാസ്സായിട്ട് ലവർ ആവണത്. പണ്ട് ഇതൊങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവരുടെ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരെണ്ണം ഇവിടെ വെക്കുന്നുണ്ട്. ആയില്ല, ആദ്യം നമ്മളൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇന്റർവ്യൂ വിളിക്കുന്നത്. അതിലെ പോയവരും മീലെ പോയവരും ഒക്കെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലെ ഒരു മുഖഛായയാണ്. എന്ത് ചെയ്താലും വേണ്ടില്ല, ഒരു ഇന്റർവ്യൂ ആർക്ക് വേണമെങ്കിലും കിട്ടും. ഇപ്പൊ മിക്കവാറും ഈ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അഖിലയ്ക്കും കിട്ടാൻ മതിയാവായിരിക്കും. അഖിലയ്ക്കും അഷ്കറിനും കിട്ടുമായിരിക്കും ഒരു ഇന്റർവ്യൂ. അതേമാതിരിയാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരൊക്കെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാൻ മാത്രം ഇവരെന്താണ് സൊസൈറ്റിക്ക് അത്രയും പാകപ്പെട്ട നന്മ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ആൾക്കാർക്ക് റോൾ മോഡലാക്കാൻ പാകത്തിന്, അവരുടെ സ്റ്റോറി കേൾക്കാൻ പാകത്തിന് എന്താണ് ഒരു പ്രത്യേകത അവരുടെയൊക്കെ ഉള്ളിലുള്ളത്? ഇങ്ങനെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചോദിക്കാൻ മാത്രം. ടിൻഡർ എന്നൊരു ആപ്പിലൂടെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്നു, കുറച്ച് ടെസ്റ്റ് നടത്തുന്നു, അതിലാ സെക്കൻഡ് ടെസ്റ്റ് പാസ്സാവുന്നു, ഇവർ കപ്പിൾസ് ആവുന്നു. അതാണ് ആ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ ഈ പെണ്ണ് വന്നിട്ട് പറയുന്നു അതൊരു കണ്ടന്റ് ആയിരുന്നു, കണ്ടന്റ് ആയിട്ട് കണ്ടാൽ പോരെ, ഇത്രയധികം നെഗറ്റീവ് പറയേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. സോ ടിൻഡർ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിട്ടുള്ള ആ ഒരു വീഡിയോസ് അത്രയും തന്നെ കണ്ടന്റിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ആദ്യം തന്നെ അവരെടുത്തിട്ടുള്ള ആ ഒരു ടെസ്റ്റ് വീഡിയോ നമുക്കൊന്ന് ഇവിടെ പ്ലേ ചെയ്ത് കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ടിൻഡറിന്ന് പരിചയപ്പെട്ട ആളുകളുടെ ഡേറ്റിങ്ങിന് പോയിട്ട് ആള് ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ നടത്തി പാസ് ആയതായിട്ട് കണ്ടു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ആള് ബോയ് ഫ്രണ്ട് ആവാൻ റെഡി ആണോ എന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് വിത്ത് ആൻ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ഞാൻ നടത്താൻ പോകുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഫോർ ലവ് ആണ്. ആള് കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് വരെ ടിഫിനും കൊണ്ട് എനിക്ക് വേണ്ടി ഫുഡ് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു. പഴം നല്ല പച്ചയായിരുന്നു, പക്ഷെ എന്നാൽ കൂടി ആൾ എന്നെ സ്നേഹത്തോട് ഫീഡിപ്പിച്ചു. പിന്നെ വരുന്നത് ബോസ് ലേഡി ടെസ്റ്റ് ആണ്. ആൾക്ക് ബോസി ലേഡീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആൾ ജയിച്ചു. പിന്നെ വരുന്നത് സ്റ്റെയിൻ ടെസ്റ്റ് ആണ്. ഞാൻ ലിപ്സ്റ്റിക് മേടിക്കാന്നുള്ള വ്യാജേന ആളെ കൊണ്ട് പല ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും ആളുടെ കൈയും ഇങ്ങനെ വരപ്പിച്ചു. ആൾ അതിനൊക്കെ തയ്യാറായിട്ട് ഒരു ഷെയിം ഇല്ലാണ്ട് നിന്നു. അങ്ങനെ സ്റ്റെയിൻ ടെസ്റ്റും ആള് പാസ്സായി. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിങ് യുവർ പെയിൻ ടെസ്റ്റ് ആണ്. ലൈക്ക് എനിക്കൊരു പെയിൻ വരുമ്പോൾ എങ്ങനെ പെയിൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓഫ്കോഴ്സ് എന്റെ ഹീൽസ് ഇട്ട് എന്റെ കാല് വേനിക്കുന്നത് പറഞ്ഞപ്പോൾ ആ ഹീൽസും കയ്യിൽ പിടിച്ച് ത്രൂ ഔട്ട് നടന്നു. എന്റെ ചെരുപ്പ് തൊടിയിച്ചില്ല. എന്നിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പുതിയ ചെരുപ്പ് ആള് മേടിച്ചു തന്നു. ഞാൻ പിന്നെ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് എന്ത് മേടിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആണ്. ലൈക്ക് ഇതാവുമ്പോൾ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഇവരെന്തോ ട്രങ്ക് വീന്നൊക്കെ പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒരു സാധനം പിക്ക് ചെയ്തു. അതിന്റെ ക്വാളിറ്റി ഒക്കെ തുറന്ന് അവർ കാണിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാൽവിൻ ക്ലീൻ്റെ ഒരു അണ്ടർവെയർ മേടിച്ചു കൊടുത്തു. അത് ആൾക്ക് ഓൺലി ഫാൻസ് ഉണ്ട്. അപ്പൊ അണ്ടർവെയർ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ് മേടിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ മൂവി ടെസ്റ്റിന് കൊണ്ടുപോയി. നമ്മൾ തമ്മിലെ ഫസ്റ്റ് മൂവിയാണ്. ആൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, പെരുമാറുന്നായിരുന്നു എനിക്ക് ഇതിൽ അറിയേണ്ടിയിരുന്നത്. നമ്മൾ ദൃശ്യം 3 കാണാനാണ് പോയത്. പിന്നെ ആള് മൂവി കാണുമ്പോൾ ഫുൾ ടൈം എന്റെ കയ്യും പിടിച്ച് എന്നെ കെയർ ചെയ്തിട്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ ഒരു ദുർബല സാഹചര്യത്തിൽ എനിക്ക് ആളെ മുഖത്തുമ്പ് വെക്കേണ്ടി വന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് കിസ് ആയിരുന്നു. ആൻഡ് ഓൾ ടുഗദർ ഞാൻ ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആളെന്നോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ കുറച്ചും കൂടി ടെക്സ്റ്റുകളും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഇത്രയാണ് ആ ഒരു ടെസ്റ്റുകൾ. അപ്പൊ ഈ ഒരു ടെസ്റ്റിൽ മുഴുവൻ പാസ്സായ പൊട്ടൻ ഇവനാണ്. ഇവനെ ഒത്തിരി പേര് തപ്പി നടക്കുന്നില്ല. നീയാണല്ലേടാ ആ ടെസ്റ്റ് പാസ്സായത്, നീയാണല്ലേടാ ഈ ടെസ്റ്റ് പാസ്സായത്. ഇപ്പൊ പണ്ടൊക്കെ ഒരു പ്രണയം, പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട് പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണുക, സംസാരിക്കുക, പരസ്പരം ആ ഒരു കണക്ഷൻ കിട്ടുക, ആ ഒരു കണക്ഷൻ നീണ്ട കാലം നോക്കുക, സംസാരിക്കുക, ആ ഒരു സാധനത്തിൽ മാത്രമാവും. പിന്നെ ഒന്ന് ഒരാൾ പ്രപ്പോസ് ചെയ്യും, മറ്റൊരാളെ ആലോചിക്കാൻ ടൈം എടുക്കും, പിന്നെ ഒരാൾ യെസ് പറയും, പിന്നെ അവർ കപ്പിൾസ് ആവുന്നു. അങ്ങനെയാണ് ആദ്യമൊക്കെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ പ്രൊഫൈൽ പിക്ചറിൽ എഡിറ്റ് ചെയ്തതാണോ അങ്ങനെയൊന്നും ഒരു വിഷയമല്ല, AI ആണോ, ആ ചിത്രത്തിൽ കാണുന്ന ഒരുത്തനോട് ചാറ്റ് ചെയ്യുക, ഒരു ഡേ ഫിക്സ് ചെയ്യുക, ഒരു പരിചയമില്ലാതെ നേരിട്ട് ഇന്നേ വരെ കാണാത്ത നമ്മുടെ സറൗണ്ടിങ്സ് പെടാത്ത ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ശേഷം അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നു. മീറ്റ് ചെയ്തിട്ട് പല പല ടെസ്റ്റുകൾ ഇതാക്കുന്നു. അവൻ്റെ കൂടെ കൈ കോർത്ത് പിടിക്കുന്നു, അവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് അവൻ ആ ടെസ്റ്റിലൊക്കെ നമുക്ക് മുട്ടായി വാങ്ങി തരുന്നുണ്ടോ, ചോക്ലേറ്റ് വാങ്ങി തരുന്നുണ്ടോ, നമ്മൾ കഴിച്ച ഫുഡിന്റെ പൈസ അവൻ പേ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് ആ ടെസ്റ്റിൽ അവൻ പാസ്സാവുകയാണെങ്കിൽ അവനെ പിടിച്ച് ലവറാക്കുക. ഇതാണ് ഇപ്പം ഈ ലവേഴ്സിനെ കണക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആപ്സ് ഉണ്ടല്ലോ. അരികെ, ടിൻഡർ, മറ്റേത് മറച്ചത്, ഈ ഫ്രണ്ട് ആപ്പ്, ഇങ്ങനെയുള്ള ആപ്പും കോപ്പും ഒക്കെ ഇതിനൊക്കെ തന്നെ ഈ കണക്ഷൻ എന്നുള്ള പേരിൽ വേറെ പല പരിപാടികളും ചെയ്യാം. എന്തായാലും സമൂഹത്തിന്റെ ഒരു വളർച്ച
നമ്മളൊക്കെ, ഞാനും പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. നമ്മുടെയൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, പരിചയപ്പെടുക, പിന്നെ ആ ഒരു നീണ്ട കാലത്തിന് ശേഷം ഒരു കണക്ഷൻ, തനിയെ നമ്മുടെ ഇടയിൽ ഒരു ബോണ്ട്, ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവുക. ഒരാളെ കണ്ടില്ലെങ്കിൽ മറ്റേയാൾക്ക് മിസ്സിങ് വരിക, ഒരാൾ സംസാരിച്ചില്ലെങ്കിൽ മറ്റേയാൾക്ക് മിസ്സിങ് വരിക. അങ്ങനെയുള്ള ആ ഒരു മിസ്സിങ്ങിലും ആ ഒരു കണക്ഷനിലാണ് പ്രണയം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ തലതിരിവാണ്. ഇപ്പം ഇങ്ങനെയാണ് പ്രണയം. ഇങ്ങനെയൊക്കെ പ്രണയിക്കുന്ന പ്രണയം എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ളതൊക്കെ തമ്പുരാനറിയാം. മറ്റൊരാളുമായിട്ട് ഇതേമാതിരി ആപ്പും കോപ്പും വഴി ഒരുമിക്കുന്ന ആൾക്കാർക്ക് കണക്ഷൻ കിട്ടുന്നിടത്തോളം ഉണ്ടാവും ഈ ഒരു പ്രണയത്തിന്റെ ആയുസ്. കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ ബ്രേക്കപ്പാണ്. എന്താണ് ചെയ്യുക? ഇനി ഇത് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമേ നമ്മൾ പ്ലേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ വ്യക്തതയില്ല. എന്താണെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം കാണാം. ഞാനൊരു കണ്ടന്റിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇതില് ആക്ച്വലി 1% പോലും സത്യമില്ല. അവളുടെ ഐഡിയ ആണ് ഫുള്ള്. ഈ ടെസ്റ്റിംഗ് എന്നുള്ളത് എന്റെ ഐഡിയ ആണ്, പക്ഷെ ആ ടിൻഡർ എന്നുള്ള കോൺസെപ്റ്റ് ആളുടെ ഐഡിയ ആണ്. നല്ല ഐഡിയ കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ഇത്രയും ഐഡിയ പൂർവ്വം ഇതൊക്കെ ഒരു കോണ്ടന്റ് ആക്കിയിട്ട് ചെയ്യാനാണെങ്കിൽ അത് ഓക്കെ. പക്ഷെ ഇവരൊക്കെ ഈ ഇന്റർവ്യൂ വിളിക്കുന്ന എന്തിനാടേ? എന്നാൽ ഞാനൊരു കാര്യം പറയും. ഞാൻ ഇന്നലെ ചോറ് വേവിച്ചപ്പോൾ കുറച്ച് വെന്തുപോയി. എനിക്കൊരു ഇന്റർവ്യൂ തരുമോ? ഞാൻ യൂട്യൂബിൽ ഒരു 15,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. എനിക്കൊരു ഇന്റർവ്യൂ തരൂ. പോട്ടെ, ഞാൻ ഇന്നലെ തുണി അലക്കാനിട്ടപ്പോൾ മുഴുവൻ മഴ പെയ്തു. ഞാൻ ഓടിച്ചെന്ന് നിമിഷ നേരം കൊണ്ട് എല്ലാം പെറുക്കിയെടുത്ത് ആത്ത് വിരിച്ചിട്ടു. എനിക്കൊരു ഇന്റർവ്യൂ തരൂ. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യേണ്ട ആൾക്കാർ എത്രത്തോളം പേര് ഈ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ അച്ചീവ്മെന്റ്സ് നേടിയിട്ട് നടക്കുന്ന ആൾക്കാർ, അവർക്കൊന്നും ഒരു വില ഇല്ലാണ്ടാവും. ഇങ്ങനെ ഇതിലേ പോകുന്നവരും ഒക്കെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും സെലിബ്രിറ്റികളാണ്. അതാണ് തമാശ. ആദ്യമൊക്കെ ഒരാളുടെ ഇന്റർവ്യൂ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ പഠനം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ തരുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരാളുടെ ഇന്റർവ്യൂ കുത്തിരുന്ന് കാണും. ഇപ്പൊ അങ്ങനെ കുത്തിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേ പോകുന്നവരും ഒക്കെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ ചെയ്യില്ല. വെറുതെ നടന്നു പോകണേ അതിനെ പിടിച്ചു വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ എന്നിട്ട് പോണേ. കഴിഞ്ഞു. ഹായ് ലീന. ഹായ് ക്രിസ്റ്റി. ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? റിപ്ലൈ നെഗറ്റീവ് ആണെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി. ഇത് ഒരുപാട് ഹർട്ടാവും. ഹർട്ടൊക്കെ ആവോ? So will you be my girlfriend? Yes. Gulab jamun, gulab jamun, gulab jamun, gulab jamun, sagini mun, jilanjipun, jilolam nin, jilade. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് കപ്പിൾസ് ആയ 2 വലിയ സെലിബ്രിറ്റികൾ. ഇനി ഇവർക്ക് തുടർച്ചയായ പല പല ഇന്റർവ്യൂസും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതേമാതിരി ടിൻഡറിലൊക്കെ കയറി ഒത്തിരി പേരെ പരിചയപ്പെട്ട് അവരൊക്കെ ആയിട്ട് ഡേറ്റ് ചെയ്തിട്ട് പിന്നെയും ആൾക്കാരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒന്നിനെ ബ്രേക്കപ്പ് ആകുമ്പോൾ അടുത്തത്, അടുത്തതിന് ബ്രേക്കപ്പ് ആകുമ്പോൾ അടുത്തത്. കൊള്ളാടാ മക്കളെ, കൊള്ളാം. കീപ് ഗോയിങ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ. ഞാനിതൊക്കെ കണ്ട് മടുത്തിരിക്കുകയാണ് ഗൈസ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.